ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയനായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇർഷാദ് സാഹിബ്, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷഹീദ് ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് നാം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം പുലർച്ചെയാണ് ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇസ്മായിൽ ഹനിയ ഇറാനിൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കുന്നത്. മഹ്മൂദ് പെഷസ്കിയാൻ എന്ന ഇറാനിൻ്റെ പുതിയ ഭരണാധികാരി അധികാരമേറ്റെടുത്തതിനെ തുടർന്നുണ്ടായ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വേണ്ടിയായിരുന്നു ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തിയത്. അഥവാ ഇറാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക അതിഥിയായിരുന്നു ഹനിയ. ഔദ്യോഗിക അതിഥി മന്ദിരത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരാക്രമണത്തിൽ അദ്ദേഹം ഷഹാദത്ത് വരിക്കുന്നത്. അതിൻ്റെ ഒരു വാർഷിക ദിനത്തിലാണ് അതേ വിഷയത്തിൽ, ഫലസ്തീൻ സംബന്ധമായ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി നാം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷിയല്ല ഇസ്മായിൽ ഹനിയ. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ചുടുചോര കൊണ്ട് ചുവപ്പ് വർണ്ണമണിഞ്ഞ പ്രദേശമാണ് ഫലസ്തീൻ. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഷഹാദത്തുകളുടെ കഥകൾ ഫലസ്തീനിന് പറയാനുണ്ട്. 1948 ഫലസ്തീനിൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും യുദ്ധങ്ങളോ സംഘർഷങ്ങളോ ആരംഭിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഫലസ്തീൻ സംഘർഷഭൂമിയായി മാറുന്നുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ എന്നും ഫലസ്തീൻ കീഴടക്കാനുള്ള ശ്രമങ്ങൾ അതത് കാലത്ത് അധികാരിവർഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫലസ്തീൻ എന്നും സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇബ്രാഹിം നബി എന്ന് നമ്മൾ വിളിക്കുന്ന, അബ്രഹാം പ്രവാചകൻ എന്ന് യഹൂദരും ക്രൈസ്തവരും വിളിക്കുന്ന ഇബ്രാഹിം നബിയെ പ്രധാനപ്പെട്ട പ്രവാചകനായി അംഗീകരിക്കുന്ന മതങ്ങൾ, ഇവയാണ് ലോകത്ത് സെമിറ്റിക് മതങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രധാനമായും ഇസ്ലാമും ക്രൈസ്തവ മതവും യഹൂദ മതവുമാണ് ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ സെമിറ്റിക് മതങ്ങളുടെ പിതാവായ, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന, എല്ലാവരും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ നിന്നാണ്
ഫലസ്തീനിന്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് രേഖപ്പെട്ട് കിടക്കുന്നത്, എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രമുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഈ 3 മതങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഇറാഖിലാണ് ജനിക്കുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഫലസ്തീനിലേക്ക് എത്തുന്നുണ്ട്. ഫലസ്തീനിലാണ് അദ്ദേഹത്തിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമ ഫലസ്തീനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമ മക്കയിലാണ് എന്ന് നമുക്കറിയാം. ഹിജാസ് എന്ന് പൊതുവിൽ വിളിക്കുന്ന സൗദി അറേബ്യയുടെ ആ ഭാഗങ്ങൾ ചേർന്ന പ്രദേശത്താണ് ഇസ്മായിൽ നബി ഉണ്ടായിരുന്നത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ മകനാണ് യൗക്കൂബ് നബി അലൈഹിസ്സലാമ എന്ന് നമുക്കറിയാം. യൗക്കൂബ് നബി അലൈഹിസ്സലാമ ഇതേ ഫലസ്തീനിൽ തന്നെയായിരുന്നു അദ്ദേഹവും ഉണ്ടായിരുന്നത്. യൗക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്തപ്പെട്ട സാഹചര്യം, ആ സവിസ്തരം വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ആ ചരിത്രവും ആ കഥകളും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതോടുകൂടിയാണ് ഈ ഇസ്രായേൽ സമുദായം എന്ന് പറയുന്ന ഒരു സമുദായത്തിന്റെ കഥ ആരംഭിക്കുന്നത്. യൗക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ പേരാണ് പിന്നീട് ആ സമുദായത്തിന് വന്നു ചേർന്നതും. പിന്നീട് യഹൂദർ ഒരു രാജ്യം സ്ഥാപിച്ചപ്പോൾ ആ രാജ്യത്തിന് നൽകിയതും ആ യൗക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പേരാണ്. യൗക്കൂബ് നബി അലൈഹിസ്സലാമക്ക് 12 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ 12 മക്കളിൽ ഒരാളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ 12 മക്കൾ അവർ വ്യത്യസ്ത ഗോത്രങ്ങളായിട്ട് പെരുകി. ആ ഗോത്രങ്ങളാണ്, ആ 12 കൈവഴികളിലെ ഗോത്രങ്ങളാണ് ഇസ്രായേൽ വംശജരായി പിന്നീട് അറിയപ്പെട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് പിന്നീട് എത്തിപ്പെടുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ ആ കഥകൾക്കിടയിൽ അദ്ദേഹം ഈജിപ്തിന്റെ അധികാരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട്, അധികാരത്തിൽ പങ്കാളിത്തമുള്ള ആളായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമ മാറുന്നുണ്ട്. അതോടുകൂടി യൗക്കൂബ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ പിതാവിനെയും കുടുംബത്തെയും ഈ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെയാണ് യൗക്കൂബ് നബി അലൈഹിസ്സലാമ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്തുന്നത്. പിന്നീട് ഏകദേശം 100 വർഷക്കാലത്തോളം ഇസ്രായേൽ സമുദായം, യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സമുദായം ഈജിപ്ത് കേന്ദ്രമായി ഭരിച്ചു എന്നാണ് ചരിത്രം. അതോടുകൂടി ലോകത്ത് ഇസ്രായേൽ സമുദായം എന്ന് പറയുന്ന ഒരു സമുദായം രൂപപ്പെട്ടു വരികയാണ്. ആ സമുദായം പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. കിബ്തി വംശജരായ ആളുകൾ, ഈജിപ്തിലെ കിബ്തി വംശജരായ ആളുകൾ ഈജിപ്തിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ഇസ്രായേൽ വംശജരായ ആളുകളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് മാത്രമല്ല, ന്യൂനപക്ഷമായ ആ സമുദായത്തെ അങ്ങേയറ്റം പീഡിപ്പിക്കുകയും അവരെ വംശീയ ഉന്മൂലനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ കഥകൾ ഫിറഔനിനെ സംബന്ധിയായിട്ട്, കിബ്തി വംശജനായ രാജാവാണ് ഫിറഔൻ. ആ ഫിറഔൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഒരു വ്യക്തിയുടെ പേരല്ല, അത് ആ അധികാര സ്ഥാനത്തിന്റെ പേരാണ്. റംസിസ് രണ്ടാമൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ഫിറഔനിന്റെ പേര് എന്ന് നമുക്കറിയാം. അഥവാ ഈ ഫറോവ രാജാക്കന്മാർ, അഥവാ വിശുദ്ധ ഖുർആൻ പറയുന്ന ഫിറഔനുമാർ, ആ ഫിറഔനുമാർ ബനു ഇസ്രായേൽ സമുദായത്തെ അങ്ങേയറ്റം പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ നാട്ടിലെ അതികഠിനമായ എല്ലാ ജോലികളും ചെയ്യാൻ ഇവരെ നിർബന്ധിച്ചു. അവരെ വംശീയ വർധനവ് തടയുവാൻ വേണ്ടി
ഒന്നിടവിട്ട വർഷങ്ങളിൽ അവർ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒന്നിടവിട്ട വർഷങ്ങളിൽ കൊന്നൊടുക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ ജനിച്ച മകനാണ്, ബനു ഇസ്രായേൽ സമുദായത്തിൽ ജനിച്ച മകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം പിന്നീട് ഫിർഔനിന്റെ കൊട്ടാരത്തിലെത്തുന്നതും അങ്ങനെ ആ പോരാട്ട ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തിന്റെ ഒടുവിൽ ആ സമുദായത്തെ മോചിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകൻ എന്ന നിലയിൽ ആ സമുദായവുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്റ്റ് വിടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഈജിപ്റ്റ് വിടാൻ വേണ്ടി യാത്ര തുടങ്ങിയ മൂസാ നബിയെയും ബനു ഇസ്രായേൽ സമുദായത്തെയും ഫിർഔൻ വെറുതെ വിടുന്നില്ല. കാരണം അവർ ആ നാട്ടിൽ നിന്ന് പോവുക എന്നതല്ല അവരുടെ ആവശ്യം. മറിച്ച് അവർ ആ നാട്ടിൽ അവർക്ക് അടിമകളെ പോലെ, ഖിബ്തി വംശജരായ ആളുകൾക്ക് അടിമകളെ പോലെ ജീവിക്കുക, പൗരത്വമില്ലാത്ത, പൗരത്വ അവകാശങ്ങളില്ലാത്ത, മറ്റ് പ്രത്യേകമായ അധികാരങ്ങളോ അധികാര പങ്കാളിത്തങ്ങളോ ഇല്ലാത്ത വെറും നാലാംകിട മൂന്നാംകിട ആളുകളായിട്ട് ആ നാട്ടിൽ ജീവിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബനു ഇസ്രായേൽ സമുദായത്തിന്റെ പിന്നാലെ, മൂസാ നബിയുടെ പിന്നാലെയാണ് ഫിർഔനിന്റെ സൈന്യവും വരുന്നത്. ആ ചരിത്ര സന്ദർഭം നമുക്കറിയാം. അവർ ചെങ്കടലിന്റെ തീരത്തെത്തുന്നു. ഒരു ഭാഗത്ത് ചെങ്കടലുണ്ട്, മറുഭാഗത്ത് ഫിർഔനിന്റെ സൈന്യമുണ്ട്. ആ ഘട്ടത്തിലെല്ലാം ബനു ഇസ്രായേൽ സമുദായം നമുക്കറിയാം ഒരു ഘട്ടത്തിലും ആത്മാർത്ഥമായി, നമ്മൾ പൂർണ്ണമായ വിശ്വാസികളായി, അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു സമുദായമായി പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വിശ്വാസത്തിൽ ചാബല്യം കാണിച്ച സമുദായമാണ് അവർ. അവർ മൂസാ നബിക്ക് നിരുപാധികമായ പിന്തുണ നൽകുകയോ എന്ത് ജീവൻ കൊടുത്തും എന്ത് വില നൽകിയും ഈ ആശയത്തെയോ ഈ പ്രവാചകനെയോ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ച ആളുകളായിരുന്നില്ല അവർ. ശാബത്ത് നാളിൽ മീൻ പിടിക്കാൻ പോയ കഥ നമുക്കറിയാം. അവർ മൂസാ നബി ഏട് വാങ്ങാൻ പോയ സമയത്ത് പശുക്കുട്ടിയെ വെച്ച് ആരാധിച്ച കഥ നമുക്കറിയാം. അങ്ങനെ വിശ്വാസത്തിൽ പലതരത്തിലുള്ള ചാബല്യങ്ങൾ നിരന്തരം കടന്നു വരുന്ന ആളുകളാണവർ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ചെങ്കടലും മറുഭാഗത്ത് ഫിർഔനും ഉണ്ടായ സന്ദർഭത്തിൽ ഈ സമുദായം മൂസയോട് പറയുന്ന സന്ദർഭം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ സമുദായം മൂസയോട് പറയുന്നുണ്ട്, നമ്മൾ പെട്ടിരിക്കുന്നു, നമുക്ക് പോരാടി നോക്കാം, നമുക്ക് മരണം വരെ പോരാടാം, പോരാടി രക്തസാക്ഷിത്വം വരിക്കാം എന്നല്ല സമുദായം പറയുന്നത്. നിന്റെ കൂടെ ഇറങ്ങി വന്ന് ഞങ്ങൾ ഇതാ പെട്ടിരിക്കുന്നു. ആ സമയത്ത് മൂസാ നബി പറയുന്ന മറുപടി, എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്, അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന സന്ദർഭത്തിലാണ് ചെങ്കടലിൽ തന്റെ കൈവശമുള്ള വടി കൊണ്ടടിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെങ്കടലിൽ അടിച്ച് ചെങ്കടൽ പിളർന്ന് മൂസാ നബിയും സമുദായവും അതിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഫിർഔനും സംഘവും അതിൽ മുങ്ങിത്താഴുകയാണ്. പിന്നീട് അവർ എത്തിപ്പെടുന്നത് ഒരു മരുഭൂ പ്രദേശത്താണ്. അവർക്ക് എത്താനുള്ളത്, അവരോട് എത്താൻ പറഞ്ഞിരിക്കുന്നത് ഫലസ്തീനിലേക്കാണ്. അവരുടെ വാഗ്ദത്ത ഭൂമിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് ഫലസ്തീനാണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യാ ഖൗമി ഇദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതുഖല്ലിബു ഖാസിരീൻ. എന്റെ സമുദായമേ, അള്ളാഹു നിങ്ങൾക്കായി വിധിച്ച പുണ്യഭൂമിയിൽ പ്രവേശിക്കുവിൻ. ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ, അത് ഫലസ്തീനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഫലസ്തീനിലേക്ക് തങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയായിട്ട് ദൈവം തന്നെ നിശ്ചയിച്ചു നൽകിയ ഫലസ്തീനിലേക്ക് എത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് അള്ളാഹുവിന്റെ സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു.
അങ്ങനെയാണ് ആ മരുഭൂമി പ്രദേശത്ത്, സീനാ മരുഭൂമിയിൽ അവർ എത്തിച്ചേരുന്നത്. പക്ഷേ അന്ന് ഫലസ്തീനിൽ ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 വിഭാഗം ആളുകൾ അവിടെയുണ്ട്. അങ്ങനെ അവരോട് യുദ്ധം ചെയ്തിട്ട് വേണം ഫലസ്തീനിലേക്ക് എത്താൻ. ഈ സന്ദർഭത്തിൽ മൂസാ നബി അവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി ആ പ്രദേശം പഠിക്കുവാൻ വേണ്ടി 12 അംഗങ്ങളുള്ള ഒരു സംഘത്തെ ഈ സമുദായത്തിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അവർ ധാരാളം ദിവസങ്ങളെടുത്ത് ആ പ്രദേശമൊക്കെ നിരീക്ഷിച്ച് പഠിച്ച് തിരിച്ചു വന്നിട്ട് മൂസയോട് പറയുന്ന മറുപടിയുണ്ട്. അവിടെ വലിയ തടിമാടന്മാരായ ജബ്ബാരിങ്ങളായ ധാരാളം ആളുകൾ അവിടെയുണ്ട്. കരുത്തും വലിപ്പവുമുള്ള ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. ഇദ്ഹബ് അന്ത വറബ്ബുക ഖാതില ഇന്നാ ഹാഹുനാ ഖായിദൂൻ. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് മൂസയോട് മറുപടിയായി പറയുന്നുണ്ട്. അങ്ങനെ മൂസയെ ധിക്കരിച്ച ആ സമുദായത്തെ, അതാണ് ബനു ഇസ്രായേൽ സമുദായം, ആ സമുദായത്തെ പിന്നീട് അള്ളാഹു ശപിക്കുകയും നീണ്ട 40 വർഷക്കാലത്തോളം ആ സീനാ മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് അവിടെ മരിച്ചു വീണു ആ തലമുറ മുഴുവൻ എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാമക്കോ ആ സമുദായത്തിനോ വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കഴിയാത്തത് അവരുടെ തന്നെ കാരണത്താലാണ്. അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നവർ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഫലസ്തീനിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ആ തലമുറ മാറി മറ്റൊരു തലമുറ വന്ന് അതിൽ യൂശ ഇബ്നു നൂൻ എന്ന പ്രവാചകൻ വന്ന് ആ പ്രവാചകന്റെ നേതൃത്വത്തിലാണ് അവർ ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. ഫലസ്തീനിന്റെ ഒരു ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് യഹൂദ ജനവിഭാഗത്തിന് ചരിത്രപരമായി പാരമ്പര്യമായി അവകാശപ്പെട്ടതാണ് എന്ന ഒരു വാദം നമ്മുടെ നാട്ടിലും ലോകത്ത് പൊതുവിലും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് യഹൂദരായ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന യഹൂദരായ ആളുകൾ, ആരാണ് ഇവരെ പീഡിപ്പിച്ചത്? ലോകത്ത് യഹൂദരെ പീഡിപ്പിച്ചത് ആരാണ്? നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ ഒറ്റിക്കൊടുത്ത് യേശുക്രിസ്തു കുരിശിലേറ്റപ്പെടുന്നത് യൂദാസ് ഒറ്റിക്കൊടുത്തിട്ടാണ് എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. യൂദാസ് ജൂതനാണ് എന്ന് ക്രൈസ്തവർ കരുതുന്നു. 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ജൂതനായതുകൊണ്ട് തന്നെ വിശ്വാസപരമായ ആ ശത്രുതയാണ് യഥാർത്ഥത്തിൽ പടിഞ്ഞാറിന്റെയും ക്രൈസ്തവരുടെയും ജൂതവിരോധത്തിൽ കലാശിച്ചത്. ലോകത്താകമാനം ക്രൈസ്തവ ഭരണകൂടങ്ങൾ ചരിത്രത്തിൽ മധ്യകാലഘട്ടത്തിൽ മുഴുവനും യഹൂദരായ ആളുകളെ പീഡിപ്പിക്കുകയും അത് മതപരമായ പുണ്യമായി കണക്കാക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ക്രൈസ്തവ യൂറോപ്പ് മുഴുവനും ആ പീഡനത്തിന് നേതൃത്വം നൽകിയിരുന്നു. അന്നും യഹൂദരായ ആളുകൾക്ക് സംരക്ഷണം നൽകിയ ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നത് പൗരസ്ത്യ അറബ് ദേശത്തായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പൗരസ്ത്യ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും സുരക്ഷിതരായി അവർ കഴിഞ്ഞത്, ഏറ്റവും അവസാനം ലോകത്ത് നിലനിന്നിരുന്ന ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്താണല്ലോ. ആ കാലഘട്ടത്തിൽ പോലും അവർ സുരക്ഷിതരായി കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവ യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസപരമായ കാരണങ്ങളാൽ നടത്തിയ പീഡനം, ആ പീഡനത്തിന്റെ പശ്ചാത്താപം പേറേണ്ടി വരുന്നത് മിഡിൽ ഈസ്റ്റായി മാറി എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം. പിന്നീട് ചരിത്രത്തിൽ ഫലസ്തീൻ നമ്മൾ കാണുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിറാജിന്റെ സന്ദർഭത്തിലാണ്. നേരത്തെയുടെ ഖിറാഅത്തിന്റെ സന്ദർഭത്തിൽ
ഓതി വെച്ച ആയത്ത് നമുക്കറിയാം. സൂറത്തു ഇസ്രായിലോ ആദ്യത്തെ ആയത്ത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ഒരു രാത്രിയെ കുറിച്ച് തന്റെ ദാസന് ചില ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാവിൽ തന്റെ ദാസനെ സഞ്ചരിപ്പിച്ചവനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ആ മസ്ജിദിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. മസ്ജിദുൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ പരിസരം, ബാറക്നാ ഹൗലഹു, അത് പരിശുദ്ധമാക്കിയിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ലോകത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാവുന്ന 3 കേന്ദ്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച 13 വർഷക്കാലവും മദീനയിൽ എത്തിയ ശേഷമുള്ള ആദ്യത്തെ തുടക്കത്തിലെ ചില വർഷങ്ങളിലും നബി തിരിഞ്ഞു നമസ്കരിച്ചിരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. സൂറത്തുൽ ബഖറയിൽ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ആ ഖിബ്ല മാറ്റം എന്ന് പറയുന്നത് അതുവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം വരെ അള്ളാഹുവിന്റെ സന്ദേശം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് എത്തിച്ചു നൽകാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ട സമുദായം എന്ന് പറയുന്നത് ബനു ഇസ്രായേൽ സമുദായമായിരുന്നു. നമുക്കറിയാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് മുഴുവൻ പ്രവാചകന്മാരും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് ആ സന്താന പരമ്പരയിൽ ബനു ഇസ്രായേൽ സമുദായത്തിലാണ്. ആ സമുദായത്തെയാണ് അള്ളാഹു ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി ആ സമുദായത്തെ ആ ദൗത്യത്തിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റി എന്നാണ് കാണാൻ കഴിയുക. അള്ളാഹു ആ സമുദായത്തെ ആ ദൗത്യത്തിൽ നിന്ന് എടുത്തു മാറ്റി. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിൽ നിന്നാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമ. അതിനുശേഷം പിന്നീട് നീണ്ട ഇടവേളകളിൽ പ്രവാചകന്മാർ ആ സന്താന പരമ്പരകളിലില്ല. പിന്നീട് വരുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതോടുകൂടി ആ ദൗത്യം, അതുവരെ ബനു ഇസ്രായേൽ സമുദായം നിർവഹിച്ചിരുന്ന ആ ദൗത്യം ഇനി നിർവഹിക്കേണ്ടത് ഉമ്മത്ത് മുസ്ലിമയാണ് എന്ന വിളംബരമാണ്. ഖിബ്ല മാറ്റത്തോടുകൂടി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ പ്രഖ്യാപനത്തിന്റെ അവസാന പ്രഖ്യാപനം എന്ന നിലക്കാണ്. അതുവരെ യഹൂദർ തങ്ങളുടെ പുണ്യകേന്ദ്രമായി കരുതിയിരുന്ന ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഖിബ്ല മസ്ജിദ് കഅബയിലേക്ക് മാറുന്നതോടുകൂടി അതിന്റെ പരസ്യ പ്രഖ്യാപനം നിർവഹിക്കുക കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതാദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അഥവാ പിന്നീട് നമ്മൾ ഫലസ്തീനിനെ കാണുന്നത് അവിടെയാണ്, മസ്ജിദുൽ അഖ്സയെ കാണുന്നത് അവിടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ, അതിന് ചുറ്റുമുള്ള പ്രദേശത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് റസൂൽ കരീം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷേ റസൂല് ഈ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്നത് ഈ മസ്ജിദുൽ അഖ്സയിൽ വെച്ചാണ്. കഅബയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ നടത്തുകയും അവിടെ നിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മിഅ്റാജ് നടത്തുകയും ചെയ്യുന്നു. അതിനിടയിൽ മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമത്ത് നിന്നും ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ബൈത്തുൽ മുഖദ്ദസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കുന്നില്ല. പിന്നീട് മുസ്ലിം സമൂഹം അവിടത്തേക്ക് കടന്നു വരുന്നത്, ആ സന്ദർഭത്തിലെല്ലാം ക്രൈസ്തവരുടെ അധീനതയിലാണ് ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും സ്ഥിതി ചെയ്യുന്നത്. ക്രൈസ്തവരായ
പൗരസ്ത്യ ദേശത്ത് നമുക്കറിയാം ക്രൈസ്തവ സ്വാധീനം ഇന്നുമുണ്ട്. അന്ന് വളരെ വിപുലമായ തോതിൽ ക്രൈസ്തവ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മസ്ജിദുൽ അഖ്സ മുസ്ലിം സമൂഹത്തിന്റെ കീഴിലേക്ക് വരുന്നത്. ആ ചരിത്രം നമുക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തന്റെ സാമ്രാജ്യം പ്രവിശാലമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദിസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അധീനതയിലേക്ക് വരുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് നേരിട്ട് ബൈത്തുൽ മുഖദ്ദിസ് സന്ദർശിക്കുന്ന ആ രംഗം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവർ നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങുന്ന ആ സന്ദർഭം, രക്തച്ചൊരിച്ചിലുകളില്ലാതെ ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിം സമൂഹത്തിന്റെ അധീനതയിലേക്ക് വരുന്ന ആ സന്ദർഭം, അന്ന് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് നമസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെടുകയും അങ്ങനെ ആ ക്രൈസ്തവ ആരാധനാലയത്തിൽ അവർ സ്ഥലം അനുവദിക്കുകയും, എന്നാൽ ഞാൻ ഇവിടെ നമസ്കരിക്കുന്നില്ല, പിന്നീട് ചരിത്രത്തിൽ ഉമർ നമസ്കരിച്ച സ്ഥലമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ആരെങ്കിലും ഉന്നയിച്ചാലോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അന്നാണ് ചരിത്രത്തിൽ ബൈത്തുൽ മുഖദ്ദിസും ഫലസ്തീൻ പ്രദേശവും മുസ്ലിങ്ങളുടെ അധീനതയിലേക്ക് വരുന്നത്. പിന്നീട് നീണ്ട കാലത്തോളം നമുക്കറിയാം ഉമവി ഭരണാധികാരികൾ വന്നു. ഖുലഫാ റാഷിദുകൾക്ക് ശേഷം ഉമവി ഭരണാധികാരികൾ വന്നു, അബ്ബാസി ഖിലാഫത്ത് വന്നു, പിന്നീട് സൽജൂക്കികളും മംലൂക്കുകളും അതുപോലെ തന്നെ ഫാത്തിമികളും വന്നു, ഉസ്മാനിയ ഖിലാഫത്ത് അവസാനം വന്നു. ഈ കാലഘട്ടങ്ങളിൽ ആ പ്രദേശങ്ങളിൽ മാറി മാറി വന്നിരുന്ന വ്യത്യസ്തങ്ങളായ മുസ്ലിം ഭരണകൂടങ്ങളുടെ രാജവംശങ്ങളുടെ അധീനതയിലായിരുന്നു ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദിസും ഉണ്ടായിരുന്നത്. അവസാനം ഉസ്മാനിയ ഖിലാഫത്ത്, തുർക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ കൈവശമായിരുന്നു ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദിസും ഉണ്ടായിരുന്നത്. അതിനിടയിൽ നമുക്കറിയാം കുരിശ് യുദ്ധം നടക്കുന്നുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധം നടക്കുന്ന ഒരു സന്ദർഭം നമുക്കറിയാം. 1095 മുതൽ 200 വർഷക്കാലത്തോളം 8 കുരിശ് യുദ്ധങ്ങൾ ചരിത്രത്തിൽ നടക്കുന്നുണ്ട്. ഏകദേശം ആ കുരിശ് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു 88 വർഷത്തോളം ബൈത്തുൽ മുഖദ്ദിസ് കുരിശ് യോദ്ധാക്കളുടെ ക്രൈസ്തവ ഭരണകൂടത്തിന്റെ അധീനതയിലാവുന്നുണ്ട്. 1-ാം കുരിശ് യുദ്ധത്തിൽ അന്ന് ഫലസ്തീൻ ആ പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഭരണകൂടങ്ങൾ ശിഥിലമാവുകയും യൂറോപ്യൻ കുരിശു പടയാളികൾ ഫലസ്തീൻ കീഴടക്കുകയും ബൈത്തുൽ മുഖദ്ദിസ് കേന്ദ്രീകരിച്ചുകൊണ്ട്, ജെറുസലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ക്രൈസ്തവ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2-ാം കുരിശ് യുദ്ധം വരുന്നു. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ കുരിശു പടയാളികളെ പരാജയപ്പെടുത്തുകയും 88 വർഷങ്ങൾക്ക് ശേഷം ബൈത്തുൽ മുഖദ്ദിസ് മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ബൈത്തുൽ മുഖദ്ദിസ് പിന്നീട് നഷ്ടപ്പെടുന്നില്ല. കുരിശ് യുദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം 200 വർഷക്കാലത്തോളം പടിഞ്ഞാറും പൗരസ്ത്യദേശത്തെ മുസ്ലിം ഭരണകൂടങ്ങളും തമ്മിൽ നീണ്ടുനിന്ന ചെറുതും വലുതുമായ ഏറ്റുമുട്ടലുകളുടെ കഥയാണ്. ഒരുപാട് രക്തച്ചൊരിച്ചിലുകളും ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ഒക്കെ ചെയ്ത നീണ്ട 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകളുടെ കഥയാണ് കുരിശ് യുദ്ധം എന്ന് പറയുന്നത്. 1-ാം കുരിശ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ അമ്പയെ പരാജയപ്പെടുകയും നിരവധിയായ ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കൂട്ടക്കൊലകൾക്കിരയാവുകയും ഒക്കെ ചെയ്ത 1-ാം കുരിശ് യുദ്ധത്തിലാണ് ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. പിന്നീട് ഇമാമുദ്ദീൻ സംഗി എന്ന തുർക്കി വംശജനായ ഒരു ഗവർണർ, അദ്ദേഹം പിന്നീട് അധികാരത്തിലെത്തുകയും അദ്ദേഹത്തിന്റെ മകൻ നൂറുദ്ദീൻ സംഗി അദ്ദേഹം പിന്നീട് മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ മകനായ നൂറുദ്ദീൻ സംഗിയുടെ നേതൃത്വത്തിലും സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുമാണ് പിന്നീട്
ഈ ഖുദ്സ് വിമോചിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഭരണകൂടങ്ങൾ മാറി വരുന്ന ഭരണകൂടങ്ങൾക്കൊടുവിൽ ഉസ്മാനിയ ഖിലാഫത്ത്, അവസാനത്തെ ലോകത്തെ മുസ്ലിം ഖിലാഫത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം 1924 ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം സംഭവിക്കുകയാണ്. അവസാന ഘട്ടത്തിലെ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് പലപ്പോഴും പേരിന് മാത്രം ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമാണ് എന്ന് നമുക്കറിയാം. ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി തന്നെ ഫലസ്തീനിലെ ആ ഭൂപ്രദേശത്തെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം സങ്കീർണമാവുകയും ബ്രിട്ടന്റെ സ്വാധീനം ഏറി വരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ബാൽഫർ പ്രഖ്യാപനത്തോടുകൂടി 1888 ബാൽഫർ പ്രഖ്യാപനത്തോടുകൂടി യഹൂദരായ ആളുകൾ വ്യാപകമായി ഫലസ്തീനിലേക്ക് കുടിയേറുന്നുണ്ട്. അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യം വിജയം നേടുന്നതോടുകൂടി ആ കുടിയേറ്റം ശക്തിപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഫലസ്തീനിൽ യഹൂദരായ ആളുകൾ അങ്ങോട്ട് കുടിയേറുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ലോകത്ത് 1945 കഴിയുമ്പോഴേക്ക് ലോകത്ത് UN-ന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അങ്ങേയറ്റം രക്തപങ്കിലമായ പ്രവർത്തനങ്ങളോട് അകമ്പടിയോടുകൂടി സ്ഥാപിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. ഉസ്മാനിയ ഖിലാഫത്ത് 1924 തകരുമ്പോൾ ആ ഖിലാഫത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഫലസ്തീൻ ഭൂപ്രദേശത്തിന്റെ അധികാരം ബ്രിട്ടന്റെ കയ്യിലേക്കാണ് വരുന്നത്. ബ്രിട്ടന്റെ കൈവശം ഫലസ്തീനിന്റെ അധികാരം വരുന്നതോടുകൂടി ലോകത്ത് യഹൂദ സമൂഹം ഫലസ്തീൻ പ്രദേശത്തെ യഹൂദർക്കായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ട് വ്യാപകമായ ക്യാമ്പയിനുകൾ ആരംഭിക്കുകയും അത് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനത്തിൽ കലാശിക്കുകയുമാണ് ചെയ്യുന്നത്. അഥവാ ലോക ചരിത്രം, ഫലസ്തീനിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായി മതപരമായി യഹൂദ വിഭാഗത്തിന്, ഇസ്രായേൽ വിഭാഗത്തിന് ഫലസ്തീനിന്റെ മേൽ അവകാശമുണ്ട്. നമ്മുടെ നാട്ടിലടക്കം വളരെ സംഘ് പരിവാറിന്റെ ഭാഗത്തു നിന്നും യുക്തിവാദി നാസ്തികരുടെ ഭാഗത്തു നിന്നും വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് ഫലസ്തീൻ ചരിത്രപരമായി യഹൂദർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ചരിത്രം നമ്മൾ വേദപുസ്തകങ്ങളുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന യഹൂദ വിഭാഗത്തിന്റെ തോറ എന്ന് പറയുന്ന വേദപുസ്തകങ്ങളുടെ, ബൈബിളിന്റെയോ വിശുദ്ധ ഖുർആനിന്റെയോ ചരിത്രം വെച്ച് വായിച്ചാലും പഠിച്ചാലും നമുക്ക് യഹൂദ വിഭാഗത്തിന് ചരിത്രപരമായി ഫലസ്തീനിൽ അവരുടെ പ്രവാചകന്മാരുടെ ജന്മം കൊണ്ടോ ആ ജനവിഭാഗത്തിന്റെ ഭരണം കാരണമോ ജീവിതം കാരണമോ അവിടെ അവകാശമുണ്ട് എന്ന വാദത്തിന് ഒരു പിൻബലവും കണ്ടെത്താൻ കഴിയില്ല എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അത് പിന്നീട് ക്രൈസ്തവ യൂറോപ്പ് അവർ നൽകേണ്ടുന്ന ഒരു കോമ്പൻസേഷൻ, ഒരു നഷ്ടപരിഹാരം, യഥാർത്ഥത്തിൽ യഹൂദ വിഭാഗത്തെ പീഡിപ്പിച്ചതിന് അവർ നൽകേണ്ടുന്ന ഒരു കോമ്പൻസേഷൻ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ, അറബികളുടെ തലയിൽ വെച്ച് കെട്ടുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ ചരിത്രപരമായ കുറ്റകൃത്യം, തെറ്റുകൾ തിരുത്തുന്നതിന് പകരം മറ്റൊരു വലിയ കുറ്റകൃത്യത്തിലേക്കാണ് അധീശത്വമുള്ള യൂറോപ്പ് പിന്നീട് തിരിഞ്ഞത്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 75 വർഷത്തോളമായി ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫലസ്തീനികൾ അവിടെ നിന്ന് ഹിജ്റ പോവാത്തത് എന്ന് ചോദിച്ചാൽ അവർക്ക് യഥാർത്ഥത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമാണത്. അവർക്ക് സാധ്യമാവുന്ന ഒരു കാര്യമാണ്. ഈ പീഡന പർവം സഹിച്ചുകൊണ്ട് അവർ അവിടെ തുടരേണ്ട കാര്യമില്ല. അവർ അഭയാർത്ഥികളായി ഒന്നാം നക്ബയോടുകൂടി 1948 നക്ബയോടുകൂടി തന്നെ ഹിജ്റ പോവാൻ അവസരമുള്ള ആളുകളാണ് അവർ. ഏകദേശം 2 മില്യണിലധികം ആളുകൾ
ഫലസ്തീനികൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഴിയുന്നു എന്നാണ് കണക്ക്. മുഴുവൻ ആളുകൾക്കും സാധ്യമാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഫലസ്തീൻ എന്ന് പറയുന്ന മുഴുവൻ പ്രദേശവും അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നും ഖുദ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം പിറക്കും എന്നും അവർ വിശ്വസിക്കുന്നു എന്നതാണ്. ഫലസ്തീനിന്റെ ഭാവിയെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ, പഠനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം, തൂഫാനുൽ അക്സ എന്ന് പറയുന്ന ഒക്ടോബർ 7 സംഭവ വികാസങ്ങൾക്ക് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷം ഫലസ്തീനിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളും ഉത്കണ്ഠകളും ഒക്കെ നമുക്കിടയിലും ലോകത്താകമാനവുമുണ്ട്. പലതരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. പക്ഷേ അതിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, നമുക്കറിയാം, ഇസ്രായേലിലെ ആളുകൾ എന്ന് പറയുന്നത് ഇരട്ട പാസ്പോർട്ട് കൈവശം വെച്ച് നടക്കുന്ന ആളുകളാണ്. അവർ ആരും നമ്മളെപ്പോലെ ഒരു രാജ്യത്തെ മാത്രം പൗരന്മാരല്ല. അവരെല്ലാവരും മറ്റൊരു രാജ്യത്തെ കൂടെ പൗരന്മാരാണ്. അവർക്ക് തിരിച്ചു പോവാൻ ഒരു ഇടമുള്ള ആളുകളാണ് അവരെല്ലാവരും. അതുകൊണ്ട് തന്നെ തൂഫാനുൽ അക്സയോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തിരിച്ചുപോക്കിന്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്ന, അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ തിരിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. മറ്റൊന്ന്, ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു പ്രദേശമാണ്. ചുറ്റോട് ചുറ്റും ശത്രു രാജ്യങ്ങൾ ഉണ്ടായിട്ടും ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത സുരക്ഷിതമായ കോട്ടക്കകത്തുള്ള ഒരു രാജ്യമാണ് എന്ന ഒരു പ്രതീതി ലോകത്ത് നിലനിന്നിരുന്നു. അത് തകർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇറാൻ തെൽ അവീവ് ആക്രമിക്കുന്നതോടുകൂടി തെൽ അവീവ് പോലും ശത്രുക്കളുടെ ചുറ്റുപാടുമുള്ള 2000 കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യത്തിന്റെ നിരീക്ഷണത്തിൽ നിന്ന്, റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് പോലും മോചിതമല്ല എന്ന സത്യം ലോകത്തിന് വെളിപ്പെട്ടു എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഈ മൗഢ്യമായ ഈ സുരക്ഷിതത്വ ബോധത്തിലാണ്. ആ സുരക്ഷിതത്വ ബോധം തകരുന്നതോടുകൂടി ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ അവർക്ക് മുകളിൽ തന്നെയുണ്ട്. 1999 തന്നെ 2025-27 കാലമാവുമ്പോഴേക്ക് ഇസ്രായേലിന്റെ തകർച്ച പ്രവചിച്ചിരുന്ന ആളുകൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലി ചരിത്രകാരനായ റോൺ പുണ്ടേക് എന്ന് പറയുന്ന ആൾ 2014 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം 2025-27 കാലമാവുമ്പോഴേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട് എന്ന് അദ്ദേഹം അന്ന് തന്നെ പ്രവചിച്ചിരുന്നു. നമുക്കിപ്പോൾ അത് ഇന്റർനെറ്റിൽ പരതിയാൽ അദ്ദേഹത്തിന്റെ ആ പഠനം അവൈലബിൾ ആണ്. 47 പേജോളമുള്ള 2025 ആവുമ്പോൾ ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്ന് ഓസ്ലോ കരാർ ഒപ്പിടുന്നതിൽ ഭാഗവാക്കായ ഇസ്രായേലി ചരിത്രകാരനായ അദ്ദേഹം ഈ കാലമാവുമ്പോഴേക്ക് ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ സുരക്ഷിതമല്ലാത്ത, തൊഴിലിടങ്ങൾ സുരക്ഷിതമല്ലാത്ത, ജീവിത പരിസരങ്ങൾ സുരക്ഷിതമല്ലാത്ത ഒരു രാഷ്ട്രമെന്ന പ്രതീതി ലോകത്ത് ഇസ്രായേലിന് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അത് തിരിച്ചു പിടിക്കുക എന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ തകർച്ച ആസന്നമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ലാത്ത വാദങ്ങളും വളരെ ശക്തമായുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ പൗരസ്ത്യ ദേശത്ത് ഇനിയും വ്യാപിക്കുമെന്നും, ഇപ്പോഴത്തെ സിറിയയും ലബനാനും ഫലസ്തീനും കടന്ന് ഈജിപ്തും കടന്ന് മക്കയും, ഇന്നത്തെ ഹിജാസിന്റെ മക്കയും മദീനയും ഒക്കെയുള്ള സൗദി അറേബ്യയുടെ ഭാഗം വരെ വളർന്ന് വലുതായി വികസിക്കുമെന്നും അതിനുശേഷമാണ് അതിന്റെ തകർച്ച ആരംഭിക്കുക എന്ന് ഹദീസുകളുടെ കൂടെ വെളിച്ചത്തിൽ പ്രവചിക്കുന്ന ആളുകളുമുണ്ട്. ഏതായാലും ഒക്ടോബർ 7 തൂഫാനുൽ അക്സയോടുകൂടി ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ലോകത്ത് നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മറ്റേതൊരു രാജ്യത്തെയും പോലെ നോർമലൈസ് ചെയ്യപ്പെട്ട, സ്വാഭാവികവൽക്കരിക്കപ്പെട്ട ഒരു സമയത്താണ് ഒക്ടോബർ 7 സംഭവിക്കുന്നത്. ലോകത്ത് അറബ് രാജ്യങ്ങൾ വ്യാപകമായി ഇസ്രായേലുമായി കരാറിൽ ഒപ്പിടാൻ തുടങ്ങി. അതുവരെ നമുക്കറിയാം
അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള ബന്ധങ്ങളും സ്ഥാപിക്കാത്ത രാജ്യങ്ങളാണ്. വ്യാപാര കരാറുകളില്ല, അത്തരം ആളുകളിൽ നിന്ന് നേർക്കുനേർ വിമാനയാത്രകളില്ല, മറ്റൊരു തരത്തിലുള്ള ബന്ധങ്ങളും സ്ഥാപിക്കാത്ത രാജ്യങ്ങളായിരുന്നു അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി അതിൽ ഒപ്പിടാനിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ബഹ്റൈൻ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. UAE ഒപ്പിടാനിരിക്കുന്ന രാജ്യമായിരുന്നു. അങ്ങനെ അറബ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്യപ്പെടാനിരിക്കുന്ന ഒരു സാഹചര്യം. ഇസ്രായേലിൽ നിന്ന് ഗൾഫ് വഴി യൂറോപ്പ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇടനാഴി നിർമ്മിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ലോകത്ത് പിന്നീട് അതിക്രമത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട, അറബികളുടെ നെഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട, അക്രമത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു വംശീയ രാഷ്ട്രം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിനാണ് യഥാർത്ഥത്തിൽ തൂഫാനുൽ അഖ്സ സംഭവിക്കുന്നത്. അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്രായേലിന്റെ നോർമലൈസേഷൻ അവസാനിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ഇന്ന് സ്വാഭാവികമായ ഒരു സാധാരണ രാജ്യമല്ല, മറ്റ് ഏതെങ്കിലും ഒരു രാജ്യം പോലുള്ള ഒരു രാജ്യമല്ല. ലോകത്ത് ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ച പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ്, ആഭ്യന്തരമന്ത്രിയുള്ള രാജ്യമാണ്. ICCയിൽ ഒപ്പിട്ട രാജ്യങ്ങളിലേക്ക് ഇവർ കടന്നു ചെല്ലുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അവർ ബാധ്യതപ്പെട്ട ആളുകളാണ്. അതിനെ ലംഘിക്കുന്ന ഹംഗറി പോലുള്ള രാജ്യങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ച അറബ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായ സാഹചര്യമുള്ള, അതിന് ഫലസ്തീനികൾ ഒടുക്കിക്കൊണ്ടിരിക്കുന്ന വിലയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത്. മസ്ജിദുൽ അഖ്സ അടക്കമുള്ള കാര്യങ്ങൾ ലോകത്തെ മുസ്ലിങ്ങളടക്കം മറന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് തൂഫാനുൽ അഖ്സ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി, അവരുടെ കുടുംബത്തിനു വേണ്ടി, അവരുടെ പാർപ്പിടത്തിനു വേണ്ടി, അവരുടെ ആഹാരത്തിനു വേണ്ടി മാത്രമല്ല, ലോകത്തെ മുഴുവൻ മുസ്ലിം സമൂഹത്തിനും ബാധ്യതയാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ വിമോചനവും സംരക്ഷണവും എന്ന വലിയ ദൗത്യത്തിനു വേണ്ടിയാണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പിന്തുണക്കുക എന്ന് പറയുന്നത് മതപരമായ, ദീനിയായ ബാധ്യതയായിട്ട് ലോക മുസ്ലിം സമൂഹം കരുതുന്നു. അത് മോചിപ്പിക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതിന് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന വിലയാണ്. മുഹറം കഴിഞ്ഞ മാസത്തിലാണ് നാം ഇരിക്കുന്നത്. ലോകത്ത് വാഗ്ദത്ത ഭൂമികളില്ലാത്ത ഒരു സമൂഹത്തിനും അല്ലാഹു പീഡനം ഇറക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തിനും അല്ലാഹു, അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്. വിമോചനം സ്വപ്നം കാണുന്ന ഒരു സമൂഹത്തിനും വിമോചനത്തിന്റെ വഴികൾ തുറന്നിടാതെ അല്ലാഹു പീഡനങ്ങൾ ഇറക്കുകയില്ല. പക്ഷെ ആ വഴികൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ത്യാഗം ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ്. ആ ത്യാഗം അനുഭവിക്കാൻ സന്നദ്ധമാവുക എന്നതാണ് ആ സമൂഹം ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യം. ആ ത്യാഗമാണ് ഫലസ്തീനികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വിമോചനത്തിന്റെ വാതിലുകൾ തുറന്നു നൽകുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനികളുടെ രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.